ഒഴുകുന്ന അരുവികളുടെ സ്വരമാധുര്യം, പ്രാചീന വൃക്ഷങ്ങളുടെ മന്ത്രിക്കലുമായി ഒത്തുചേരുന്ന ഹാർമണി സ്പ്രിങ്സ് എന്ന മനോഹരമായ ഗ്രാമത്തിൽ ഋഷി എന്ന ജ്ഞാനിയായ ഒരു സെന്നാചാര്യൻ ജീവിച്ചിരുന്നു. ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും കാര്യങ്ങൾക്കായി ഗ്രാമം അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടി. ഒരു ദിവസം ഇഷാൻ എന്നു പേരുള്ള ഒരു യുവ അന്വേഷകൻ സൗഹൃദങ്ങളുടെ സങ്കീർണതകൾ വഴി നടത്തുന്നതിനുള്ള മാർഗനിർദ്ദേശം തേടി മാസ്റ്റർ ഋഷിയെ സമീപിച്ചു. ഒരു ഊഷ്മളമായ പുഞ്ചിരിയോടെ മാസ്റ്റർ ഋഷി ഒരു കഥ ആരംഭിച്ചു. അത് സുഹൃത്തുക്കളെ വിവേകത്തോടെ തിരഞ്ഞെടുക്കുന്നതിലെ ജ്ഞാനം അനാവരണം ചെയ്യുന്നു. ഇരിക്കെ ഇഷാൻ, മാസ്റ്റർ ഋഷി ആംഗ്യം കാട്ടി. ഞങ്ങളുടെ ഗ്രാമത്തിലെ 5 സുഹൃത്തുക്കളെക്കുറിച്ചുള്ള ഒരു കഥ ഞാൻ പങ്കുവയ്ക്കട്ടെ. ഓരോന്നും സൗഹൃദത്തിൻ്റെ ബന്ധങ്ങളെ പരിപോഷിപ്പിക്കാനോ ഇല്ലാതാക്കാനോ കഴിയുന്ന ഗുണങ്ങളുടെ അതുല്യമായ പ്രതിഫലനം. 1. അസൂയ. അദ്വിക്കിൻ്റെ യാത്ര. ഇഷാൻ, ഞാൻ നിന്നെ അദ്വിക്കിനെ പരിചയപ്പെടുത്തട്ടെ, മാസ്റ്റർ ഋഷി പറഞ്ഞു. അദ്വിക് ഊർജ്ജസ്വലനായ ഒരാത്മാവായിരുന്നു. എന്നിട്ടും അവൻ അസൂയയുടെ പൂച്ചക്കണ്ണുകളുള്ള രാക്ഷസനോട് പോരാടി. അവൻ്റെ സുഹൃത്തുക്കൾ വിജയമോ സന്തോഷമോ നേടിയപ്പോൾ തുറന്ന ഹൃദയത്തോടെ ആഘോഷിക്കുന്നത് അദ്വിക് വെല്ലുവിളിയായി. അവൻ്റെ അസൂയ പങ്കിട്ട സന്തോഷത്തിന് മേൽ നിഴൽ വീഴ്ത്തി. സുഹൃത്തുക്കൾ അവരുടെ നേട്ടങ്ങൾ അവനുമായി പങ്കിടുന്നതിൽ ജാഗ്രത പുലർത്തുന്നു. അസൂയ ഒരു മറഞ്ഞിരിക്കുന്ന പ്രവാഹം പോലെ സൗഹൃദങ്ങളുടെ ഉപരിതലത്തിനിടയിൽ ഓടുന്നു. ഈ ബന്ധങ്ങളെ നിർവചിക്കേണ്ട വിശ്വാസത്തെയും ഊഷ്മളതയെയും നിശബ്ദമായി ഇല്ലാതാക്കുന്നു. ഇഷാൻ, നിങ്ങളുടെ വിജയത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കാൻ കഴിയാത്ത സുഹൃത്തുക്കളിൽ നിന്ന് സ്വയം തിരിച്ചറിയുകയും അകറ്റുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. 2. കുറ്റപ്പെടുത്തൽ. വിക്രമിൻ്റെ പിഴവുകളുടെ ഭാരം. ഇപ്പോൾ വിക്രം, മാസ്റ്റർ ഋഷി തുടർന്നു, കുറ്റങ്ങളുടെ ഭാരമുള്ള ഒരു സുഹൃത്തായിരുന്നു. വെല്ലുവിളികൾ നേരിടുന്ന സമയത്ത് അവൻ അപൂർവമായ ഉള്ളിൽ പരിഹാരങ്ങൾ തേടുകയുള്ളൂ. പകരം വിരൽ ചൂണ്ടുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഈ കുറ്റപ്പെടുത്തുന്ന മനോഭാവം സൃഷ്ടിച്ച പിരിമുറുക്കത്തിൻ്റെ അന്തരീക്ഷം വിക്രമിൻ്റെ സുഹൃത്തുക്കളെ അസ്വസ്ഥരാക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നു. ഇഷാൻ, പരസ്പര ധാരണയിലും പിന്തുണയിലും സുഹൃത്ബന്ധങ്ങൾ വളരുന്നു. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് പതിവായി സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ബന്ധങ്ങളിൽ നിന്ന് പോസിറ്റീവ് എനർജി ചോർത്താൻ കഴിയും. കുറ്റപ്പെടുത്തുന്നതിനു പകരം സഹകരിച്ച് പരിഹാരം തേടുന്നവരുമായി സ്വയം കൂട്ടുകൂടുന്നത് നിർണായകമാണ്. 3. പരാതി. ലീലയുടെ അനന്തമായ അസംതൃപ്തി. സൗമ്യമായ ആത്മാവായ ലീലയ്ക്ക് നിരന്തരം പരാതി പറയുന്ന ശീലമുണ്ടായിരുന്നു. ഋഷി മാസ്റ്റർ തുടർന്നു, എത്ര വെയിലായാലും ലീല ഒരു മേഘം കണ്ടെത്തും. അവളുടെ പരാതികൾ ശാശ്വതമായ ചാറ്റൽ മഴ പോലെ പ്രവർത്തിച്ചു. ചുറ്റുമുള്ളവരുടെ ആത്മാവിനെ തളർത്തി. ഒടുവിൽ അവളുടെ സുഹൃത്തുക്കൾ നിരന്തരമായ നിഷേധാത്മകതയാൽ ഭാരപ്പെട്ടു. ഇഷാൻ, സൗഹൃദങ്ങൾ സന്തോഷത്തിൻ്റെയും പ്രചോദനത്തിൻ്റെയും ഉറവിടമായിരിക്കണം. സ്ഥിരമായ പരാതിയുടെ ചക്രത്തിൽ കുടുങ്ങിയ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ബന്ധങ്ങളെ സവിശേഷമാക്കേണ്ട ഊർജ്ജസ്വലമായ ഊർജത്തെ ശ്വാസമുട്ടിക്കാൻ കഴിയും. നിരന്തരമായ പരാതികളാൽ പോസിറ്റിവിറ്റി ചോർത്തുന്നവരിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുന്നതാണ് ബുദ്ധി. 4. ഗോസിപ്പിംഗ്. നിഷയുടെ വിസ്പറിംഗ് ഷാഡോകൾ. നല്ല രീതിയിൽ ആകർഷണമുണ്ടായിരുന്നിട്ടും നിഷയ്ക്ക് ഗോസിപ്പിനുള്ള ദൗർബല്യമുണ്ടായിരുന്നു. നിരുപദ്രവമെന്ന് തോന്നുമെങ്കിലും അവളുടെ വാക്കുകൾ സുഹൃത്തുക്കൾക്കിടയിൽ അവിശ്വാസത്തിൻ്റെയും വിയോജിപ്പിൻ്റെയും വിത്ത് പാകി. ഗോസിപ്പ് ഐക്യത്തിൻ്റെ ടാപ്പസ്ട്രി അഴിക്കുന്ന അദൃശ്യ നൂലായി മാറി. ഇഷാൻ, ആരോഗ്യകരമായ സൗഹൃദങ്ങളെപ്പോലും വിഷലിപ്തമാക്കാൻ ഗോസിപ്പിന് ശക്തിയുണ്ട്. ഗോസിപ്പിൽ മുഴുകുന്ന സുഹൃത്തുക്കൾ നിങ്ങളെ ബന്ധിപ്പിക്കേണ്ട വിശ്വാസത്തിലും സത്യസന്ധതയിലും വിട്ടുവീഴ്ച ചെയ്തേക്കാം. അഭിപ്രായ വ്യത്യാസത്തിൻ്റെ വിത്ത് പാകാൻ കഴിയുന്ന അഭ്യൂഹങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. 5. നിഷേധാത്മകത. റോഹൻ്റെ ശുഭാപ്തിയില്ലാത്ത വീക്ഷണങ്ങൾ. അവസാനമായി നമുക്ക് റോഹൻ്റെ കാഴ്ചപ്പാട് നോക്കാം, മാസ്റ്റർ ഋഷി പറഞ്ഞു. അശുഭാപ്തി വിശ്വാസമുള്ള ലെൻസുള്ള റോഹൻ എല്ലാ അവസരങ്ങളിലും വെല്ലുവിളികൾ കണ്ടു. അവൻ്റെ നിഷേധാത്മകത പ്രതീക്ഷ നൽകുന്ന സാഹചര്യങ്ങളെപ്പോലും ഭയാനകമായ വെല്ലുവിളികളാക്കി മാറ്റി. റോഹന് ചുറ്റുമുള്ളത് അശുഭാപ്തി വിശ്വാസത്തിൻ്റെ ശാശ്വതമായ കൊടുങ്കാറ്റിലൂടെ സഞ്ചരിക്കുന്നതായി തോന്നി. ഇഷാൻ, സൗഹൃദങ്ങൾ ഉയർത്തുകയും പ്രചോദിപ്പിക്കുകയും വേണം.
തുടർച്ചയായി നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്ന സുഹൃത്തുക്കൾക്ക് പങ്കിട്ട സന്തോഷത്തിലേക്കുള്ള പാത മറയ്ക്കാൻ കഴിയും. നിഷേധാത്മകതയുടെ നിഴൽ വീഴ്ത്തുന്നവരെക്കാൾ പ്രോത്സാഹിപ്പിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നവരുമായി സ്വയം ചുറ്റേണ്ടത് അത്യാവശ്യമാണ്. മാസ്റ്റർ ഋഷി തൻ്റെ കഥ അവസാനിപ്പിക്കുമ്പോൾ അദ്വിക്, വിക്രം, ലൈല, നിഷ, രോഹൻ എന്നിവരുടെ കഥകളിൽ ഉൾപ്പെടുത്തിയ പാഠങ്ങളിൽ ഇഷാന് ആഴത്തിലുള്ള അനുരണനം അനുഭവപ്പെട്ടു. If you love to watch this video, you can like, share and subscribe.